നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അതിനെക്കുറിച്ചുള്ള ഓരോരോ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മിന്നൽ നീക്കം നടത്തിയിരിക്കുകയാണ്. ഹമാസ് പ്രവർത്തകരുമായി സമ്പർക്കം പുലർത്തുകയും ഇസ്രായേലിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന സംശയം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹമാസ് നേതാവിൻ്റെ സഹോദരിയെ IDF അറസ്റ്റ് ചെയ്തത്. ബിയർ ഷെവയ്ക്ക് സമീപമുള്ള ടെൽ ഷെവ ഗ്രാമത്തിൽ വെച്ചാണ് ഇസ്രായേൽ സേന ഇവരെ അറസ്റ്റ് ചെയ്തത്. ഭീകര കുറ്റകൃത്യങ്ങളാണ് ഇവർക്ക് മേൽ ആരോപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയും ഇസ്രായേൽ പോലീസുമാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയുടെ പേരും മറ്റു വിവരങ്ങളുമൊന്നും പുറത്തുവിട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ സൈന്യം രേഖകളും മാധ്യമങ്ങളും അതുപോലെ തന്നെ ടെലിഫോണുകളും അതുപോലത്തെ മറ്റു വസ്തുക്കളും കണ്ടെത്തിയെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ ഗുരുതരമായ സുരക്ഷാ കുറ്റകൃത്യങ്ങൾക്കുള്ള തെളിവുകൾ കണ്ടെത്തിയെന്നും അധികൃതർ അറിയിച്ചു. തടങ്കൽ നീട്ടുന്നതിനായി ബിയർഷെവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കും. അതേസമയം ഗാസയിലെ ആശുപത്രി വളപ്പിൽ അഭയാർത്ഥികളും മാധ്യമപ്രവർത്തകരും താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്കേറ്റു. ദേർ അൽ ബലാഹിലെ അലക്സ ആശുപത്രി വളപ്പിലാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഗാസ ആക്രമണം തുടങ്ങിയത് മുതൽ പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ ടെന്റുകളിൽ താമസിക്കുന്നത് ഇവിടെയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ടെന്റുകളും ഇവിടെയുണ്ട്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷിഫ ആശുപത്രിയിലും 2 ആഴ്ചയായി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയാണ്. ലെബനാനിലെ ഹിസ്ബുല്ല പോരാളികൾ അതിനിവിഷ്ട ഷബാ ഫാമിലെ ഇസ്രായേലിന്റെ ബർഹ് ഗത്ത പീരങ്കിപ്പടയ്ക്കും സൈനികർക്കും നേരെ വ്യോമാക്രമണം നടത്തി. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഈജിപ്തും ജോർദനും ഫ്രാൻസും ആവശ്യപ്പെട്ടു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നയതന്ത്രജ്ഞരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആവശ്യം ഉന്നയിച്ചത്. ഗാസ മുനമ്പിലെ പലസ്തീനികളുടെ മരണസംഖ്യ 32,623 ഉയർന്നതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും ബന്ദിയിടപാടും സംബന്ധിച്ച ചർച്ചകൾ കൈറോയിൽ വീണ്ടും തുടങ്ങിയതായി ഈജിപ്ഷ്യൻ സർക്കാർ നടത്തുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിലാണ് ചർച്ചകൾ സ്തംഭനാവസ്ഥയിലെത്തിയത്. ഗാസയിലെ ഗ്രൗണ്ടിൽ അലക്സ മെഡിക്കൽ കോംപ്ലക്സിന് പുറത്തുള്ള ടെന്റുകളിൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ ഞായറാഴ്ച 2 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ആശുപത്രി വക്താവ് പറഞ്ഞു. പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണത്തിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ പുതിയ ഫലസ്തീൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഞായറാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് മുമ്പാകെ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുവെന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ WAFA റിപ്പോർട്ട് ചെയ്തു. പുതിയ സർക്കാർ ഗാസയിലെ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഫലസ്തീൻ സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.